ഡൽഹിയിൽ നിന്നാണ് മറ്റൊരു വാർത്ത വരുന്നത്. അവിടെ ഒരു വ്യവസായിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു മാസം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിൽ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് ആ പ്രതികൾ പിടിയിലാകുന്നത്. ഇന്നലെ രാത്രിയാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിനൊടുവിൽ ഡൽഹിയിലെ രോഹിണിയിൽ വെച്ച് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ലബവാനയിൽ വെച്ച് ബിസിനസ്സുകാരൻ വെടിയേറ്റ് മരിച്ചിട്ട് ഒരു മാസം പിന്നിട്ടതിന് ശേഷമാണ് ഇപ്പോൾ പ്രതികൾ പോലീസ് പിടിയിലായിരിക്കുന്നത്. ഈ ഒരു മാസക്കാലം 2 പ്രതികളും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു. ഒരു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പ്രതികൾ രോഹിണിയിലുണ്ടെന്ന വിവരം കിട്ടിയ ഒരു സംഘം പോലീസ് പ്രതികളെ പിടികൂടാനുള്ള എല്ലാ തന്ത്രങ്ങളും തയ്യാറാക്കി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം രോഹിണിയിൽ വെച്ച് മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതികളെ പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും പ്രതികൾ കയ്യിലുള്ള തോക്കുപയോഗിച്ച് പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. എന്നാൽ എല്ലാ തയ്യാറെടുപ്പുകളോടെയും പോയ പോലീസിൽ നിന്ന് രക്ഷപ്പെടുക അവർക്കത്ര എളുപ്പമായിരുന്നില്ല. അവർക്ക് ഇരുവശത്തു നിന്നും പോലീസ് 11 റൗണ്ടോളം തുടർച്ചയായി വെടിയുതിർത്തു. ആ ഏറ്റുമുട്ടലിൽ 2 പ്രതികളുടെയും കാലുകളിൽ വെടിയേറ്റതോടെ അവർ പോലീസ് പിടിയിലാവുകയായിരുന്നു. മുഹമ്മദ് ഇർഫാൻ, ഐശ്വര്യ പാണ്ഡെ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇവരുടെ കയ്യിൽ നിന്നും ഒരു പിസ്റ്റൾ, ലൈവ് കാർട്രിഡ്ജുകൾ, ഒരു മോട്ടോർ സൈക്കിൾ എന്നിവയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. नाम पता चले मोहम्मद इरफान और ऐश्वर्या पांडे ये पकड़े गए हैं और इन्होंने जो है पुलिस ने भी सेल्फ डिफेंस में जो है फायर किया. जब इनको ओवरपावर करने की कोशिश की, उन्होंने पुलिस पार्टी पे फायर किया तो सेल्फ डिफेंस में भी इन्होंने फायर किया और उनको ओवरपावर किया. अभी फिलहाल ये दोनों इंजर्ड हैं, हॉस्पिटल में एडमिट हैं, मोहम्मद इरफान और ऐश्वर्या पांडे. बैकग्राउंड में मैं बता दूं कि 9 फरवरी को एक इंसिडेंट हुआ था, बवाना थाने का इंसिडेंट है, जिसमें वैभव गांधी नाम के एक बिजनेसमैन जो है ड्यूरिंग डे टाइम उस पे फायर हुआ था, जिसमें उसकी डेथ हुई थी. उसमें कुछ एसेलेंट्स थे जिनके इंफॉर्मेशन आई जैसे जैसे नाम आए और टीम ने काफी अच्छा काम किया और उसमें उसी एफर्ट्स में जो है 5 क्रिमिनल ऑलरेडी इसमें पकड़े जा चुके हैं इस केस में, जिसकी एलिबरेट प्रेस ब्रीफिंग हमारे स्पेशल सीपी लॉ एंड ऑर्डर जोन 1 साहब ने 15 तारीख को की थी. उसी के कंटिन्यूएशन में जो है ये हमारा इंफॉर्मेशन जो वांटेड क्रिमिनल है, काफी डेस्परेट क्रिमिनल है ये दोनों, उसी की तलाश भी जारी थी. उसी मुहिम में ये कल रात इनका एनकाउंटर हुआ इनके साथ और जो है ये दोनों पकड़े गए हैं. സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം ഇതാണ്. ഈ 2 പ്രതികൾക്കും വിദേശത്തേക്കുള്ള ഗുണ്ടാ സംഘങ്ങളായ രൺദീപ് മാലിക്, അനിൽ പണ്ഡിറ്റ് എന്നിവരുമായി ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കുറ്റകൃത്യത്തിന് പിന്നിലെ കാരണം കണ്ടെത്തുന്നതിനായി പോലീസ് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണിപ്പോൾ. വിദേശത്തുള്ള ഗുണ്ടാ സംഘങ്ങളുമായും പ്രതികൾക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതോടെ അവരിലേക്ക് കൂടി അന്വേഷണം നീളാനുള്ള സാധ്യതയുമുണ്ട്. കൊല്ലപ്പെട്ടത് ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ കൊലപാതകത്തിന് പിന്നിൽ പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തർക്കമാണോ എന്ന ഒരു സംശയവും പോലീസിൽ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.